ഇന്ന് രാത്രികാലത്തെ ധ്യാനചിന്തയ്ക്കായി പാഠം വായിച്ചപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നിന്ന് ശുദ്ധമുള്ള വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ വേർതിരിക്കുകയാണ്. വായിക്കുന്നത് ഇങ്ങനെയാണ്: സർദിസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട്, എങ്കിലും നീ മരിച്ചവൻ ആകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, സത്യമായിട്ടും ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ഞങ്ങളിവിടെ വന്നതല്ല, നിൻ്റെ കൃപയാൽ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ആകർഷിച്ചു വരുത്തിയ തമ്പുരാനെ, പാദപീഠത്തിലിരിക്കുന്ന നിൻ്റെ ജനത്തോട് മനസ്സലിവ് തോന്നണമേ. തിബരിയോസിൻ്റെ തീരത്ത് തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന ജനതതിയിൽ മനസ്സലിഞ്ഞ് തിരുവായി മൊഴിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും മഹത്വങ്ങളും വെളിപ്പെടുത്തിയ തമ്പുരാനെ, ഈ രാത്രി നിൻ്റെ ജനത്തോട് തിരുമനസ്സലിഞ്ഞ് സംസാരിക്കണമേ. ദൈവമേ, ഇന്ന് ഈ ജനത്തെ തൃപ്തരാക്കി തിരിച്ചയക്കണമേ. കർത്താവേ, ഞങ്ങൾ വായിച്ച വേദഭാഗത്തെ തൃക്കരങ്ങളിൽ തരുന്നു, വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. ദൈവമേ, വചനം കൊണ്ടുള്ള അഭിഷേകമെന്ന് പ്രാപിപ്പാൻ, വചനം ഭക്ഷിച്ച് തൃപ്തരായി മടങ്ങാൻ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തോട് ഇന്ന് രാത്രി അവിടെ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളാരും തികഞ്ഞവരല്ല. ഒരുപാട് വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടുള്ളവരാണ്. പലപ്പോഴും ക്രമം കെട്ടുപോയിട്ടുള്ളവരാണ്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഈ രാത്രിയിലെ കൂടിവരവ് മുഖാന്തിരമാകണമേ. കർത്താവേ, ഈ പന്തലിലും ഈ ശബ്ദപരിധിക്കുള്ളിലും തിരുവചനം ശ്രവിക്കുന്ന ജനം എന്താണെന്ന് നീ അറിയുന്നത് പോലെ ആരും അറിയുന്നില്ലല്ലോ. ഈ ജനത്തിന് എന്താണ് വേണ്ടത് എന്ന് നീ അറിയുന്നത് പോലെ ആരും അറിയുന്നില്ലല്ലോ. സ്വർഗത്തിലെ ദൈവമേ, അതുകൊണ്ട് വ്യക്തിപരമായും വ്യക്തമായും നിൻ്റെ ജനത്തോട് സംസാരിക്കണമേ. നിൻ്റെ ദാസൻ ബലഹീനനെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ. അവിടുത്തെ കൃപ അടിയൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരണമേ. അടിയനെ ആരും കാണില്ല കർത്താവേ, എഴുന്നള്ളി അടിയൻ്റെ മുൻപിൽ നിൽക്കണമേ. അടിയൻ്റെ ശബ്ദം ആരും കേൾക്കല്ല കർത്താവേ, സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചരുളി ചെയ്യണമേ. സകല മഹത്വവും അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് ഈ അധ്യായം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് ഏഷ്യ മൈനറിലെ 7 സഭകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതിലൊരു സഭയുടെ പേരാണ് സർദിസിലെ സഭ. ആ സഭയുടെ ദൂതന് എഴുതുന്നത് ആര് കൽപ്പിച്ച വചനങ്ങളാണ്? ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത് കേൾക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രങ്ങൾക്കപ്പുറത്ത് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ സർദീസിലെ സഭയോട് ദൈവാത്മാവ് കൽപ്പിച്ചരുളി ചെയ്ത വചനങ്ങൾ ഇന്ന് ഈ പന്തലിൽ കൂടി വന്നിരിക്കുന്ന ഈ ജനതയെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും കൽപ്പിച്ചരുളി ചെയ്യുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിന് പറവാനുള്ളത്? ഹേ മനുഷ്യ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ദൈവമക്കളെ, ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കാർക്കും നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നറിയാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറയാറുണ്ട് പ്രാണസ്നേഹിതരാണ് എന്ന്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ എൻ്റെ ചങ്കാണ്, അവൾ എൻ്റെ ചങ്കാണ് എന്നാണ് ഇപ്പോഴത്തെ ഭാഷ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 മനസ്സുകളില്ല, ഒരു മനസ്സേ ഉള്ളൂ എന്നാണ്. ഇരു ശരീരവും ഒരു മനസ്സുമായി ഞങ്ങൾ ജീവിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഹൃദയത്തോട് കൊരുത്തു വച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് തൻ്റെ ഉറ്റ സ്നേഹിതൻ്റെ, പ്രാണസ്നേഹിതൻ്റെ ഉള്ളിലിരിപ്പിൻ്റെ 25% കാര്യങ്ങൾ പോലും അറിയില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തുന്നത്. സത്യമായിട്ടും എന്നിലും നിങ്ങളിലും ഒരു നിഗൂഢ മനുഷ്യനുണ്ട്.
പുറമേ കാണുന്നത് വായിച്ചെടുത്തിട്ടാണ് ലോകർ നമ്മെ ഓരോരുത്തരെയും അളന്നു തൂക്കി നോക്കുന്നത്. ഈ പുറമേ കാണുന്നത് വായിച്ചെടുത്ത് അളന്നു തൂക്കി നോക്കി ഞാനും നിങ്ങളും യോഗ്യരെന്ന് കണ്ടു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ലോകം നമ്മെ അംഗീകരിക്കുന്നത്. പുറമേ കാണുന്ന നമ്മുടെ പ്രകടനങ്ങൾ അളന്നു തൂക്കി നോക്കിയിട്ട് അത് പോരാ എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ലോകം വെറുക്കുന്നത്, പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും നെഞ്ചകത്തിരിക്കുന്ന ചിന്തകൾ എന്താണെന്ന് ആഴത്തിൽ അറിയുവാൻ അടുത്ത് നിൽക്കുന്നയാൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരാളും നമ്മെ ബഹുമാനിക്കയില്ലായിരുന്നല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്താർക്കും നമ്മുടെ ഉള്ളിലിരിപ്പ് അറിയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് അത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളും ഉരുവാക്കപ്പെട്ട ആദ്യ നിമിഷം മുതൽ ഈ കൺവെൻഷൻ പന്തലിൽ ചേർന്നിരിക്കുന്ന ഈ നിമിഷം വരെ മനനമണ്ഡലത്തിൽ നാം ചിന്തിച്ചു കൂട്ടിയ സകല സംഗതികളും വിചാരത്തിലും വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും പോക്കിലും വരവിലും ഇരിപ്പിലും കിടപ്പിലും നാം ചെയ്തതും ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം കണ്ടവൻ കേട്ടവൻ അറിഞ്ഞവൻ അവൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. തിരുമുമ്പിൽ നമുക്ക് രഹസ്യങ്ങളില്ല. തുറന്നു വെച്ച പുസ്തകം പോലെ നാം ദൈവമുമ്പിൽ വായിക്കപ്പെടുകയാണ്. നിഗൂഢതകളെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച് ഈ മനുഷ്യരിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാം, മനോഹരമായ നാടകങ്ങൾ കളിക്കാം. പക്ഷെ ദൈവമുമ്പിൽ നമ്മുടെ മനസ്സ് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരാൾക്കൊരു രോഗമുണ്ടായി, ശരീരത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഭയങ്കരമായ വേദന. ഡോക്ടറെ കണ്ടു. ഡോക്ടർ ആദ്യം രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഡോക്ടർക്ക് വ്യക്തത വന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് പരിശോധിക്കട്ടെ. രോഗിയെ കിടത്തി സ്റ്റെതസ്കോപ്പ് വെച്ചും വിരൽ കൊണ്ട് ഞെക്കിയും തൊട്ടുമൊക്കെ പരിശോധിച്ചു. ഡോക്ടർക്ക് വ്യക്തത വന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരിക. ഡോക്ടർ ആ ഫിലിം വെളിച്ചമുള്ളത് പ്രതലത്തിൽ വെച്ച് സൂക്ഷിച്ചു നോക്കി. ഡോക്ടർക്ക് വ്യക്തത വന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഒരു CT സ്കാൻ എടുത്തിട്ട് വരിക. CT സ്കാൻ ഡോക്ടർ പരിശോധിച്ചു, വ്യക്തത വന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, പോയി ഒരു MRI എടുത്തിട്ട് വരിക. ഈ MRI മെഷീനകത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കയറി ഇറങ്ങി കാണുമായിരിക്കും, എനിക്കറിയില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആ മെഷീനകത്തൊന്ന് കയറി ഇറങ്ങാൻ എനിക്കൊരവസരം കിട്ടി. സഹിക്കവയ്യാത്ത നടുവേദന വന്നപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ കാര്യവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഒരു MRI എടുത്തുകൊണ്ട് വരണം. എവിടെയെങ്കിലും പോയി MRI എടുത്തുകൊണ്ട് വന്നാൽ ഞാനത് കാണാൻ കൂട്ടാക്കില്ല. ഇന്ന സ്ഥലത്ത്, കോട്ടയത്ത് ഇന്ന സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട്, അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വരണം. ഞാൻ പണ്ടേ പൊട്ടനായതുകൊണ്ട് ഇത് ഡോക്ടറുടെ സ്വന്തം സ്ഥാപനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 13,000 രൂപ അവിടെ കെട്ടിവെച്ച് ഗുഹ പോലിരിക്കുന്ന മെഷീനകത്ത് നിന്ന് ഒരു പ്ലാറ്റ്ഫോം ബട്ടണമർത്തി പുറത്തു കൊണ്ടുവന്ന് എന്നെ അതിൽ കയറ്റി കിടത്തി. എൻ്റെ പുരോഹിത വസ്ത്രങ്ങളൊക്കെ അതിനു മുമ്പ് അഴിച്ചു മാറ്റി, ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി, അവർ തന്ന വസ്ത്രം എന്നെ ധരിപ്പിച്ചു. എന്നിട്ട് പ്ലാറ്റ്ഫോമിൽ കയറി കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് 3 ബെൽറ്റ് കൊണ്ട് എന്നെ മുറുക്ക കെട്ടി. ദൈവമക്കളെ, സാധാരണ 3 കെട്ട് കെട്ടുന്നത് പ്രാണൻ പോകുമ്പോഴാണ്. അത് ഞാൻ ജീവിച്ചിരിക്കെ തന്നെ കെട്ടി. എന്നിട്ട് എന്നെ അതിനകത്തേക്ക് കയറ്റി വിട്ട് വാതിലടച്ചിട്ട് ഒരു 30 മിനിറ്റ് തിരിച്ചും കറക്കിയും. പ്രിയപ്പെട്ട ഒരു വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പേടിച്ചിട്ട് ഇനി ആരും കയറാതിരിക്കേണ്ട, പരിക്കൊന്നും പറ്റില്ല. ദൈവമക്കളെ, ഈ മെഷീൻ്റെ പ്രവർത്തനം നിലച്ചു. ഞാൻ പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ചില പേപ്പറുകളും ചില ഫിലിമുകളും ഒക്കെ തന്നു, കൊണ്ടുപോയി കൊടുത്തു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, നടുവിനൊരു ചെറിയ ദൗർബല്യം കാണുന്നുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അച്ഛൻ മുന്നോട്ട് വളയും. മുന്നോട്ട് വളയുമെന്ന് പറഞ്ഞാൽ കൂന് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാനങ്ങ് കുനിഞ്ഞോളാം. പ്രിയപ്പെട്ടവരെ, ഈ മെഷീൻ എന്താ ചെയ്യുന്നത്? 8, 10, 15 ക്യാമറകൾ ഒരുപക്ഷെ അതിനകത്തുണ്ടാകാം. ഈ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ, അസ്ഥികളിൽ എവിടെയെങ്കിലും ക്ഷതമോ ചതവോ ഒടിവോ മുറിവോ പൊട്ടലോ ഏതെങ്കിലും സിസ്റ്റുകളോ ഏതെങ്കിലും ട്യൂമറുകളോ ഉണ്ടെങ്കിൽ അത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തി ഫിലിമിൽ അടയാളപ്പെടുത്തുകയും അത് പേപ്പറിൽ വരച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണിത്. മനുഷ്യൻ കണ്ടെത്തിയ ഒരു മെഷീന് ഇത്രയുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അവൻ്റെ അന്തരംഗം വായിക്കാൻ കഴിയും. ഹല്ലേലൂയ! ആ ദൈവമാണ് ഈ രാത്രി അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ എന്താണെന്ന് ഞാൻ നന്നായി അറിഞ്ഞിട്ടാണ് കുഞ്ഞ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണെന്ന് എൻ്റെ ഉള്ളം കണ്ടവനാണ് സംസാരിക്കുന്നതെന്ന് ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. 4 കാര്യങ്ങളാണ് സർദീസിലെ സഭയോട് ദൈവം പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്.
ഈ രണ്ട് വാക്യങ്ങൾ മാത്രമാണ് ഇന്ന് ചിന്തയ്ക്ക് വേർതിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ലോകത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ വിശ്വാസികളെന്ന പേര് പ്രാപിച്ചവരാണ്. പുരാതന സഭകളാണ്, പാരമ്പര്യം ഒരുപാട് അവകാശപ്പെടാനുള്ളവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. സർദീസിലെ സഭയെ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ എൻ്റെ കണ്ണിൽ നീ മരിച്ചവനാണ്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ് പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ നീ മരിച്ചവനാണ് എന്ന്. ദൈവമക്കളെ, ഒരുപക്ഷെ നമുക്കാർക്കും കേട്ടാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വാക്കാണത്. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിച്ച് പറയുകയാണ്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ് എന്ന്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കൊട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു വാക്കാണ് ഈ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ചില സമയത്ത് ദാക്ഷിണ്യമില്ലാതെ സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർക്ക് ചില സമയത്ത് വാക്കുകൾ മയപ്പെടുത്താൻ കഴിയില്ല, നിവൃത്തിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിക്കുന്നതിനനുസരിച്ച് സംസാരിക്കണം. നീ മരിച്ചവനാണ് എന്ന്, നീ മരിച്ചവളാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ജീവനുള്ളവരുടെ വേഷം നീ കെട്ടിയിട്ടുണ്ട്, ജീവനുള്ളവരുടെ ഭാഷ നീ സംസാരിക്കുന്നുണ്ട്, ജീവനുള്ളതുപോലെ നീ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യ, ഞാൻ നിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു, നീ മരിച്ചവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നത് അച്ഛന് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളാരും മരിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ജീവനുണ്ടല്ലോ, കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു, പറയാൻ കഴിയുന്നു. ഞങ്ങൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്നു, തലമുറകളെ ജനിപ്പിക്കുന്നു. ഞങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാകും? ഈ ആശങ്ക നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുമ്പോൾ തന്നെ അടിവരയിട്ട് വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുകയാണ്, നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് മരണം? മരണത്തെക്കുറിച്ച് വിശുദ്ധ പുസ്തകം എന്താണ് പറയുന്നത്? അത് മനനം ചെയ്ത് പഠിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും മരിച്ചവരാണോ ജീവനുള്ളവരാണോ എന്ന് നിത്യവേദ പുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിലാണ്. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സ്രഷ്ടാവായി ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ച നാളിൽ 4 കാര്യങ്ങൾ അവരോട് കൽപ്പിച്ച് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങളിൽ ആ 4 കാര്യങ്ങളുണ്ട്. 1, മനുഷ്യ നീ തോട്ടത്തിൽ വേല ചെയ്യുക. 2, മനുഷ്യ നീ തോട്ടത്തെ സൂക്ഷിക്കുക. 3, മനുഷ്യ നീ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം വിശപ്പ് മാറുവോളം ഭക്ഷിക്കുക. 4, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പിന്നെ ഒരു നാളിൽ നീ മരിക്കുമെന്നല്ല ദൈവകൽപ്പന, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ പരിചിന്തനം ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിലും ഈ വിഷയത്തിൽ ചേർത്ത് വെച്ച് ചിന്തിക്കാനിടയായാൽ സമയം സമ്മതിക്കില്ല. അതുകൊണ്ട് ആ 3 കാര്യങ്ങളും മറക്കാം. 4-ാമത്തെ കാര്യം, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ആവർത്തിച്ച് പറയട്ടെ, പിന്നെ ഒരു നാളിൽ നീ മരിക്കുമെന്നല്ല ദൈവം പറഞ്ഞത്, നീ മരിക്കും എന്ന് മാത്രമല്ല ദൈവം പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്ന ഹൗവയോട് പാമ്പ് പ്രത്യക്ഷപ്പെട്ട് കുറേയധികം കുശലങ്ങളൊക്കെ ചോദിച്ചു. ഈ വൃക്ഷത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് പാമ്പിന് പ്രത്യേകിച്ച് ചോദിപ്പാനുണ്ടായിരുന്നത്. സംഭാഷണം കുറേ നേരം ദീർഘിച്ചു പോയി. ഈ പാമ്പും ഈ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പാമ്പ് അവളെ മോഹിപ്പിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ മരിച്ചു പോകുമെന്ന് ദൈവകൽപ്പനയുണ്ട്. പാമ്പ് പറഞ്ഞു, തിന്നാൽ മരിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ കബളിപ്പിച്ചതാണ്, ചതിച്ചതാണ്. തിന്നു നോക്കൂ, മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. മോഹവലയത്തിൽ പെട്ടുപോയ ഹൗവായിക്ക് ഇത് തിന്നണമെന്ന മോഹം ആളിക്കത്തി. ദൈവത്തെ പോലെയാകണമെന്നായിരുന്നു അവളുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്ന മോഹം.
ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് ദൈവം. 8-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മാർത്യനെ നീ ഓർക്കാൻ അവൻ എന്തുള്ളൂ, ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിപ്പാൻ അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ എന്ന് സങ്കീർത്തകൻ പാടുന്നു. ദൈവത്തിന് തൊട്ട് താഴെ, അല്പം മാത്രം താഴെ തേജസ്സും ബഹുമാനവും അണിഞ്ഞു നിന്ന മനുഷ്യന്, ആ ഹൗവ എന്ന സ്ത്രീക്ക് ദൈവത്തെ പോലെ ആകാനുള്ള മോഹം. മരിക്കില്ലെന്നല്ലേ പാമ്പ് പറഞ്ഞത്? അവൾ കൈ നീട്ടിയ പഴം പറിച്ചു തിന്നു, കൂടെ ഉണ്ടായിരുന്ന ആദമിന് കൊടുത്തു, അവനും തിന്നു. കഥകളൊക്കെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാണ്. എന്നോട് നിങ്ങൾക്ക് പിണക്കമൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. പിണങ്ങാൻ കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അച്ഛനെ നേരത്തെ അറിയാം, ചിലർ ഇന്ന് ആദ്യമായിട്ടാണ് അച്ഛനെ നേരെ കാണുന്നത്. എന്നാൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം, ഉറക്കെ പറയണം. ആരും മിണ്ടാതിരുന്നാൽ ഞാനൊരു പാവമായതുകൊണ്ട് ഞാൻ വിചാരിക്കും ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പിന്നെ ബാക്കി ചരമപ്രസംഗമായി മാറും. അത് സംഭവിക്കരുത്. അതുകൊണ്ട് ഉത്തരം പറയണം. ദൈവം കൽപ്പിച്ചത് വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. അവരത് തിന്നു, തർക്കമില്ല, തിന്ന നാളിൽ അവർ മരിച്ചോ? ഒന്നും കേട്ടില്ല. ഇല്ല എന്നാണ് ഭൂരിപക്ഷം പേരും ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഒരു മറുചോദ്യം വീണ്ടും. ദൈവമാണ് കൽപ്പിച്ചത് ആ വൃക്ഷഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. അവരത് തിന്നു, ആർക്കും തർക്കമില്ല. അന്നവർ മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറഞ്ഞു എന്ന് വരും. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം കളവ് പറയുന്നവനാണ്. സമ്മതിച്ചോ? മിണ്ടിയില്ല. സമ്മതിച്ചോ? ദൈവം കളവ് പറയുന്നവനല്ലെങ്കിൽ അന്നവർ മരിച്ചോ? ഉത്തരം കിട്ടിയില്ല. മരിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്തിനാ മരിച്ചു എന്ന് സമ്മതിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. എന്താ അതിൻ്റെ ഉദ്ദേശം? ദൈവത്തെ കള്ളനാക്കാൻ ഒക്കില്ല, ദൈവത്തെ രക്ഷിക്കണം. അതുകൊണ്ട് അവർ മരിച്ചു എന്നങ്ങ് സമ്മതിച്ചു എന്നുള്ളതല്ലാതെ അവർ മരിച്ചോ എന്നിപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ട്. ശരിയല്ലേ? ദൈവത്തെ നിങ്ങളാരും കഷ്ടപ്പെട്ട് രക്ഷിക്കേണ്ട. ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വാക്ക് മാറ്റി പറയുകയും വേണ്ട. നിങ്ങളുടെ ബോധ്യം നിങ്ങൾ വെളിപ്പെടുത്തണം. അന്നവർ മരിച്ചോ? കൺഫ്യൂഷനാണ് മൊത്തം. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നല്ലേ? മരണമെന്ന പേരിൽ മനസ്സിൽ വരച്ചു വെച്ചൊരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കുന്നത്. മരണത്തെക്കുറിച്ചൊരു ചിത്രം വരയ്ക്കുമ്പോൾ എന്താ കാണുക? ഒരു റോൾ പഞ്ഞ് മൂക്കിൽ കുത്തി തിരികെ കയറ്റും. മൂക്കിലൂടെ അഴുക്കൊന്നും പുറത്തു വരാതിരിക്കാനാ. ഇപ്പോഴത് വായിലും തിരികെ വെക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. 3 കെട്ടുകൊണ്ട് താടിയും കയ്യും കാലും കൂട്ടിക്കെട്ടും, വെള്ളവസ്ത്രം പുതപ്പിക്കും, പെട്ടിയിൽ കിടത്തും, തലയ്ക്കലൊരു കുരിശിൻ 2 തിരിയും വെച്ച് പാട്ടുപാടും, പ്രാർത്ഥിക്കും. പള്ളിയിൽ നിന്ന് അച്ഛൻ വരും, ദൈവമക്കളെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യും. ഇതിൻ്റെ പേരാണ് മരണം. ഇതാണ് മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ഏക ചിത്രം. ആ ചിത്രമാണ് ഇവിടെ സംശയം ജനിക്കാൻ കാരണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് മരണമെന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ ദൈവശാസ്ത്രപ്രകാരം, വേദപുസ്തകശാസ്ത്രപ്രകാരം അടിസ്ഥാനപരമായി പറഞ്ഞാൽ ശരിയായ മരണം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. നിങ്ങൾ സംശയിക്കേണ്ട, തർക്കിക്കേണ്ട. അന്ന് ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും മരിച്ചു. ആ കനി തിന്ന നിമിഷത്തിൽ അവർ മരിച്ചു. എങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് മരണം? മനനം ചെയ്യണം ദൈവമക്കളെ. അത് മനസ്സിലാക്കാൻ അച്ഛൻ വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുക. സാധാരണ നിലയിൽ ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? ആളുകൾ പറയും ക്യാൻസർ വന്നാൽ മരിക്കും, ചിലർ പറയും അറ്റാക്ക് വന്നാൽ മരിക്കും, ചിലർ പറയും ആക്സിഡൻറ്റ് പറ്റിയാൽ മരിക്കും, ഇപ്പോൾ പറയും പനി വന്നാൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, ചിലർ പറയും പ്രായമേറിയാൽ മരിക്കും. എന്നാൽ അച്ഛൻ തിരിച്ച് പറയട്ടെ, ഇതൊന്നും സംഭവിച്ചാൽ ഒരാളും മരിക്കില്ല. ക്യാൻസർ വന്നാൽ ഒരാളും മരിക്കില്ല. ക്യാൻസർ വന്നാൽ മരിക്കുമായിരുന്നെങ്കിൽ ഈ പന്തലിലിരിക്കുന്ന 1/3 പേർ മരിക്കേണ്ട സമയം കഴിഞ്ഞു. ദൈവമക്കളെ, ക്യാൻസർ വന്നിട്ടും മരിച്ചിട്ടില്ല. ചിലർക്ക് ക്യാൻസറിനെ മറികടന്ന് ഇവിടെ ഇരിക്കുന്നു. ചിലർക്ക് ക്യാൻസർ വന്നത് അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. ക്യാൻസർ വന്നാൽ ആരും മരിക്കില്ല. അറ്റാക്ക് വന്നാൽ മരിക്കുമെന്ന് വെറുതെ പറയുന്നത്.
2ഉം 3ഉം 4ഉം അറ്റാക്കിനെ മറികടന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ചിലർ അറ്റാക്ക് വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല, ചിലർ അറിഞ്ഞു, അതിനെ മറികടന്നു. ദൈവമക്കളെ, ആക്സിഡന്റ് പറ്റിയാൽ മരിക്കുമെന്ന് വെറുതെ പറയുന്നതാ. 6 റോഡ് അപകടത്തെ മറികടന്ന മനുഷ്യനാണ് ഞാൻ, മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പനി വന്നാൽ മരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പനി വരാത്തവരാരാ ഇവിടെ ഉള്ളത്? ഈ കഴിഞ്ഞ ദിവസം 1-2 പേർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിതുവരെ കൊറോണ വന്നില്ല ചായെന്ന്. ഞാൻ അത്ഭുതത്തോടെ അവരെ ഒന്ന് തൊട്ടു നോക്കി. എന്ത് മനുഷ്യരാണെന്ന് ഓർത്താ. ഞങ്ങളുടെ ഭദ്രാസനത്തിലെ അച്ഛന്മാർക്ക് എല്ലാവർക്കും കൊറോണ ബാധിച്ചു. ഒരു ദിവസം തിരുമേനിയുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ തിരുമേനി പറഞ്ഞു, അച്ഛാ, നമ്മുടെ അച്ഛന്മാർക്ക് എല്ലാവർക്കും കൊറോണ വന്നു. ഞാൻ പറഞ്ഞു, തിരുമേനി, എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഇതുവരെ കൊറോണ വന്നില്ല എന്ന്. അപ്പോൾ തിരുമേനി ഒന്ന് ചിരിച്ചു. എന്താ ചിരിച്ചതെന്ന് ചോദിച്ചു. അത് മനുഷ്യർക്ക് മാത്രം വരുന്ന സോക്കേടാച്ചാ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് എനിക്കും വന്നു, എൻ്റെ വീട്ടിലുള്ളവർക്കും വന്നു. ഏറ്റവും അവസാനമാണ് വന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ മാസ്ക് ഊരിക്കളഞ്ഞിട്ട് ഞാൻ അങ്ങ് നടന്നു. ഇനി എന്ത് വരാനെന്ന് ചോദിച്ച് 15 ദിവസത്തിനുള്ളിൽ അത് കിട്ടി. ദൈവത്തിന് സ്തോത്രം. പനി വന്നിട്ട് കുറേ പേരൊക്കെ പോയി, പക്ഷേ ഇവിടെ പനി വന്നവരാരും മരിച്ചിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മരിക്കാനുള്ള കാരണം ഈ പറഞ്ഞതൊന്നുമല്ല. പിന്നെ ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? ഉത്തരം, ഏതൊരാളും മരിക്കുന്നത് ജീവൻ പോകുമ്പോഴാണ്. ആമേൻ. തർക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് തർക്കിക്കുന്നത് സന്തോഷമാണ്. ജീവൻ പോകുമ്പോഴാണ് മരിക്കുന്നത്. ക്യാൻസർ വന്നാൽ മരിക്കില്ല. ക്യാൻസർ വന്ന ഒരാളുടെ ജീവൻ പോയാൽ മരിക്കും. അറ്റാക്ക് വന്നാൽ മരിക്കില്ല. അറ്റാക്ക് വന്ന ഒരാളുടെ ജീവൻ പോയാൽ മരിക്കും. ഇനി അറ്റാക്ക് വന്നില്ലെങ്കിലും ജീവൻ പോയാൽ മരിക്കും. ക്യാൻസർ വന്നില്ലെങ്കിലും ജീവൻ പോയാൽ മരിക്കും. പനി വന്നിട്ട് ജീവൻ പോയാൽ മരിക്കും. വരാതെ ജീവൻ പോയാലും മരിക്കും. ആമേൻ. അപ്പോൾ മരിക്കുന്നതിനുള്ള കാരണം ക്യാൻസറും ആക്സിഡൻറ്റും അറ്റാക്കും ഒന്നുമല്ല, പിന്നെ ജീവൻ പോകുന്നതാണ് മരിക്കാൻ കാരണം. തർക്കമുണ്ടോ? ഒരു ശബ്ദവും കേൾക്കാനില്ല. സങ്കീർത്തകൻ പാടിയ പോലെ ഭാഷയുമില്ല, വാക്കുകളുമില്ല, ശബ്ദമൊന്നും കേൾപ്പാനുമില്ല. എന്താണാവോ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ജീവൻ പോയാൽ മരിക്കും. അതിന്ന് നിങ്ങൾ നെഞ്ചിൽ എഴുതി വെച്ചുകൊള്ളണം. ഏതൊരാളുടെയും ജീവൻ പോയാൽ മരിക്കും. എങ്കിൽ എന്താണ് ജീവൻ? ജീവൻ പോകുമ്പോഴല്ലേ മരിക്കുന്നത്. എന്താണ് ജീവൻ? ചിലർ പറയും ശ്വാസമാണ് ജീവൻ, ചിലർ പറയും രക്തമാണ് ജീവൻ, ചിലർ പറയും ആത്മാവാണ് ജീവൻ. ദൈവമക്കളെ, എന്താണ് ജീവനെന്ന ചോദ്യത്തിൻ്റെ വളരെ വ്യക്തമായ ഉത്തരം സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം. ബേഥാനിയായിൽ കർത്താവ് യേശു മിശിഹായുടെ സ്നേഹിതനായ ലാസറിനെ അടക്കം ചെയ്ത കല്ലറയ്ക്കരികിൽ കർത്താവ് യേശു മിശിഹാ തമ്പുരാനും ഈ ലാസറിൻ്റെ സഹോദരിമാരും നിൽക്കുകയാണ്. ലാസറിൻ്റെ മൂത്ത സഹോദരി മാർത്തയും കർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. യേശുക്രിസ്തു നിന്നുകൊണ്ട് മാർത്തയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു. ഹല്ലേലൂയ. എന്താണ് ജീവൻ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരാൾ പറഞ്ഞിരിക്കുന്നു: ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് ജീവൻ. അപ്പോൾ എന്താണ് ജീവൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. യേശുക്രിസ്തുവാണ് ജീവൻ. അത് ഒരിടത്തല്ല, പിന്നെയും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. യേശു നിന്നുകൊണ്ട് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നു, ഞാൻ തന്നെ സത്യമാകുന്നു, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞാനാണ് ജീവൻ, ഞാനാണ് ജീവനെന്ന് തെല്ല അധികാരത്തോടെ വിളിച്ചു പറയുന്നവൻ കർത്താവായ യേശുക്രിസ്തു. ആരാണ് ഈ യേശുക്രിസ്തു? ദൈവമക്കളെ, ക്രിസ്തു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേരുടെ ഉത്തരം പല വിധത്തിലുള്ള ഉത്തരങ്ങളായിരുന്നു. എന്നാൽ ഒരു വ്യക്തതയുള്ള ഉത്തരം കിട്ടണം നമുക്ക്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്, അപ്പം വർദ്ധിപ്പിക്കുന്നവനാണ്, വീഞ്ഞുണ്ടാക്കി കൊടുക്കുന്നവനാണ്. ഇങ്ങനെ പലരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് യേശു ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. എന്നാൽ യേശു ശരിക്കും ആരാണ്? യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത്രയും പറഞ്ഞു വെച്ചിട്ട് ആ അധ്യായത്തിലെ 14-ാമത്തെ വാക്യം ചേർത്ത് ബാക്കിയായിട്ട് വായിക്കുക. ഇങ്ങനെ വായിക്കാം: ആദിയിൽ
വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനെ വിളിച്ച പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ആരാണെന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടി, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്, അവൻ സത്യദൈവമാണ്. അവനാണ് നിന്നുകൊണ്ട് വിളംബരം ചെയ്യുന്നത്, ഞാനാണ് ജീവൻ എന്ന്. ദൈവമാണ് ജീവൻ. ഏദൻ പർദീസായിൽ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്? സൃഷ്ടാവായ ദൈവം മനുഷ്യന് കൂട്ടാളിയായിരുന്നു. ഏദൻ പർദീസായിൽ മനുഷ്യനും ദൈവവും തോളിൽ കൈയിട്ട് നടന്നു. ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച കേൾക്കാൻ കാതോർത്ത് കാത്തുനിന്ന മനുഷ്യർ. എന്നാൽ അന്ന് ദൈവകൽപ്പന ലംഘിച്ച് പാമ്പിനെ വിശ്വസിച്ച് ദൈവത്തെ അവിശ്വസിച്ച് വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി പറിച്ചു തിന്ന് ആദമിന് കൊടുത്ത് ആദമൻ തിന്ന നിമിഷത്തിൽ അവർക്ക് ജീവനാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുവരെ അവരിൽ ഉണ്ടാകാത്ത ചില പ്രതിഭാസങ്ങൾ അപ്പോഴുണ്ടായി. നഗ്നരെന്നവർ അറിഞ്ഞു, നാണമുണ്ടായി. അതുവരെ അവർക്കില്ലാത്ത ഭയമുണ്ടായി, ഭീതിയുണ്ടായി, വിറയലുണ്ടായി. ദൈവമക്കളെ, ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച കേട്ടപ്പോൾ അവരുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. അവർ ഓടി ദൂരെ മാറി വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. ദൈവ സാന്നിധ്യം ഇപ്പോഴവർക്ക് സാധ്യമല്ലാതെ വന്നു. ജീവനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ജീവനോട് അടുത്ത് ചെല്ലാൻ അവർക്ക് കഴിയാതെയായി. അവരുടെ ശബ്ദവും അവരുടെ മഹത്വവും അവരുടെ പ്രതാപവും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദൈവമക്കളെ, ഇതിൻ്റെ പേരാണ് മരണം. ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവനാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി എങ്കിൽ അപ്പോൾ സംഭവിക്കുന്ന ആ സംഗതിയുടെ പേരാണ് മരണം. ആദമിനും ഹൗവയ്ക്കും പാപം ചെയ്ത നാളിൽ ജീവൻ നഷ്ടപ്പെട്ടു, ദൈവത്തെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ മരിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, എപ്പോഴാണിത് സംഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോഴാണ്. മറ്റെന്ത് ചെയ്താലും ഈ മരണം സംഭവിക്കില്ല. പാപത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോഴാണ് ഏതൊരാത്മീക മനുഷ്യനും മരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ അപ്പസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വിളംബരം ചെയ്തത്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ആകുന്നു. ഭാഗ്യവാനായ യാക്കോബ് ശ്ലീഹ എഴുതി, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ഭാഗ്യവാനായ യെഹെസ്കേൽ പ്രവാചകൻ എഴുതി, യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവമക്കളെ, അടിവരയിടപ്പെട്ട സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് മരണം സംഭവിക്കുന്നത് എപ്പോഴാ? ജീവൻ പോകുമ്പോഴാ. ജീവൻ യേശുക്രിസ്തുവാണ്, ദൈവമാണ്. ദൈവത്തെ നഷ്ടപ്പെടുന്നത് എപ്പോഴാ? ജീവൻ പോകുന്നത് എപ്പോഴാ? പാപം ചെയ്യുമ്പോഴാണ്. ദൈവമക്കളെ, ഈ ലോകത്ത് മരിക്കത്തക്ക രോഗമൊന്നേയുള്ളൂ. അത് ക്യാൻസർ അല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല, കൊറോണയോ പനിയോ അല്ല. ഈ ലോകത്ത് മനുഷ്യനെ ബാധിക്കുന്ന മറ്റൊരു രോഗവുമല്ല. ആ രോഗത്തിൻ്റെ പേര് പാപമെന്നാണ്. പാപം. ദൈവമക്കളെ, ക്യാൻസറിനെ ഈ ജനം പേടിക്കുന്നു. പാപത്തെ എന്തുകൊണ്ട് പേടിക്കുന്നില്ല? ക്യാൻസറിനെ വെറുക്കുന്നു. പാപത്തെ എന്തുകൊണ്ട് വെറുക്കുന്നില്ല? ഹാർട്ട് അറ്റാക്കിനെ പേടിക്കുന്നു. മരണകാരണമായ ഏക രോഗമായ പാപത്തെ എന്തുകൊണ്ട് പേടിക്കുന്നില്ല? ദൈവമക്കളെ, കൊറോണയെ പേടിച്ച് നാം മുഖം മൂടിയിട്ട് നടന്നില്ലേ 2-2.5-3 വർഷം? ദൈവമക്കളെ, ഇനിയും മുഖം മൂടിയിടാനല്ലേ നമ്മുടെ അധികാരികൾ പറഞ്ഞിരിക്കുന്നത്? നീ എന്തേ മരണത്തെ ഭയപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നീ ഈ മാരകമായ രോഗത്തെ, പാപത്തെ ഭയപ്പെടാത്തത്? പാപത്തെ നെഞ്ചേറ്റി വെച്ചിട്ട് സകല പാപസുഖങ്ങളിലും മുങ്ങി ആറാടി ജീവിച്ചിട്ട് എനിക്ക് ജീവനുണ്ടെന്ന് അവകാശപ്പെട്ടാൽ ദൈവത്തിൽ നിന്ന് നീ അന്യപ്പെട്ടു കുഞ്ഞ്. ദൈവവചനത്തിൽ കോംപ്രമൈസുകളില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ രാത്രി ഒരു ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പന്തലിൽ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ദൈവജനത്തോട് ചോദിക്കുകയാണ്, നിനക്ക് ജീവനുണ്ടോ ഇപ്പോൾ? അതോ നീ മരിച്ചവനോ മരിച്ചവളോ? ആർക്ക് ഉത്തരം പറയാൻ കഴിയും? ലോകരെ ബോധ്യപ്പെടുത്തുന്നത് ജീവനുണ്ട് എന്നാണ്.
പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആരെ കണ്ടാലും ഹല്ലേലൂയായും പ്രൈസ് ദി ലോർഡും പറയുന്നുണ്ട്. പള്ളിയിൽ ചെയ്യാവുന്ന സകല ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ പോകുന്നുണ്ട്. സാധ്യമായാൽ വചനം പ്രസംഗിക്കുന്നുണ്ട്, മധുരമായി പാടുന്നുണ്ട്, മറ്റ് പല ശുശ്രൂഷകളിലും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നിനക്ക് ജീവനുണ്ടോ? രഹസ്യങ്ങളെ കണ്ട് തമ്പുരാനാണ് ചോദിക്കുന്നത്, നിനക്ക് ജീവനുണ്ടോ? നിനക്ക് ജീവനാകുന്ന ദൈവവുമായി ബന്ധമുണ്ടോ കുഞ്ഞ്? പാപത്തിനൊരു മനുഷ്യന്റെ മേൽ അധികാരം നടത്താൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ജീവനില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് മെത്രാപ്പൊലീത്ത തിരുമേനി കൽപ്പിച്ചു, മാനസാന്തരപ്പെട്ടുകൊള്ളണം. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നത് കാലഹരണപ്പെട്ട പ്രസംഗ വിഷയമാണത് എന്നാണ്. ഒരിക്കലും അത് കാലഹരണപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു തമ്പുരാന് വഴി ഒരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് ആ പ്രസംഗമാണ്. അതാണ് ആയിരങ്ങളെ മാനസാന്തരപ്പെടുത്തിയത്. 400 വർഷത്തെ ശൂന്യതയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് അട്ടഹസിച്ച് സംസാരിച്ചു. സർപ്പസന്തതികളെ, അണലി സന്തതികളെ, വരുവാനുള്ള ന്യായവിധി വിട്ട് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങളെ ഉപദേശിച്ചതാരാണ്? ഇതാ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്തതൊക്കെ വെട്ടി കത്തിച്ചു കളയുമെന്ന് അനേകരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഈ കുത്തുകൊള്ളലാണ് ഒരാളെ മാനസാന്തരപ്പെടുത്തുന്നത്. അത് സംഭവിക്കണമെങ്കിൽ തീ പോലെ ദൈവവചനം പെയ്യണം. മധുരം പുരട്ടിയ ദൈവശാസ്ത്ര ചിന്തകളും ജ്ഞാനം പകരുന്ന ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളും കൺവെൻഷൻ മന്ത്രികളിൽ നിറഞ്ഞു കേട്ടാൽ മനുഷ്യ മനസ്സുകളിൽ ചലനങ്ങൾ ഉണ്ടാകില്ല, ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല, സ്വർഗരാജ്യത്തിന് ആദായമുണ്ടാകില്ല. തലച്ചോറ് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് ദൈവവചനം മനനം ചെയ്യണം. മാനസാന്തരമുണ്ടാകണം. സ്നാപക യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശുമശിഹ ഗലീലയിലേക്ക് ചെന്ന് പ്രസംഗം തുടങ്ങി. തിരുമേനി ആ വാക്യം ഉദ്ധരിച്ചല്ലോ ഇവിടെ. മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവമക്കളെ, മാനസാന്തരപ്പെടണം. ഇന്ന് ആളുകൾ പല പാപങ്ങളെയും പാപമല്ലെന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് മദ്യപാനം പാപമായിരുന്നുവെന്ന്, ഇന്നതല്ലെന്നാ പറയുന്നത്. സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി അത് അല്പം സേവിക്കാത്തവർക്ക് ഈ സമൂഹത്തിലും സൊസൈറ്റിയിലും മാനമില്ലത്രേ. സഭയുടെ പല വേദികളിലും വേഷം കെട്ടി ആടുന്ന കോമരങ്ങൾ രഹസ്യ ജീവിതത്തിൽ നന്നായി മദ്യപിക്കുന്നവരാണ്. ചിലരുടെ വീട്ടിലുള്ളവർക്കറിയാം, ചിലരുടെ വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒഫീഷ്യൽ ടൂറിൻ്റെ പിന്നിൽ മദ്യപാന സുഖം തേടിയുള്ള യാത്രയാണെന്ന് ദൈവത്തിനറിയാം. ദൈവമക്കളെ, തിരിച്ചറിവുണ്ടാകണം. ഉള്ളിലെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു പാപത്തിന് നിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ്. ദൈവമക്കളെ, ഈ മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും ഒക്കെ ഭീകരമായ ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. വളരെ നിസ്സാരവൽക്കരിച്ച് പിണങ്ങിയാൽ പിന്നെ ഇണങ്ങില്ല. ജന്മം നൽകിയ അപ്പനോട്, നൊന്ത് പറ്റ അമ്മയോട്, കൂടെ പിറന്ന സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, ജന്മം കൊടുത്ത മക്കളോട് വർഷങ്ങളായി നാളുകളായി നിരപ്പാകാൻ കഴിയാതെ അഹങ്കാര ചിത്തരായി ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ട്, എൻ്റെ പക്ഷത്താണ് ശരിയെന്ന് വാദിച്ച് മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഈ പന്തലിരിപ്പുണ്ട്. ഈ രാത്രി ഇത് കേൾക്കുന്നുണ്ട്. നിരപ്പാകാൻ മനസ്സില്ല, കഠിനമാക്കി വെച്ചിരിക്കുന്നു ഹൃദയം. ഫറവോയുടെ ഹൃദയമുള്ളവർ ചെങ്കടലിലാണ് അന്ത്യമെന്നോർക്കണം. മാനസാന്തരപ്പെടണം. അസൂയയും നികളവും പകയും വിദ്വേഷവും കയ്പും കലർന്ന ഹൃദയവുമായി ഒരു വശത്ത് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും, മറുവശത്ത് ദൈവമക്കളെ ഒരിക്കലും കുളിച്ചാൽ വൃത്തിയാകാത്ത അഴുക്ക് നിറഞ്ഞ നെഞ്ചകവുമായി ദൈവമുമ്പിൽ നാടകമാടിയത് മതി. തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, പച്ചയ്ക്ക് കണ്ടു ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ് എന്ന്. ഇന്ന് ജീവൻ പ്രാപിച്ച് മടങ്ങണം. മരണത്തിൽ വീണുപോയ മാനവകുലത്തെ മരണത്തിൽ നിന്ന് പരിത്രാണം ചെയ്ത് പാപത്താൽ അവൻ നഷ്ടപ്പെടുത്തിയ പരദീസിയുടെ പരമാനന്ദത്തിൽ അവനെ തിരികെ ഇരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നു ദൈവം. മാനവകുലത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു ദൈവം. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും.
എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവന് നിത്യജീവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് നിത്യജീവൻ. പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരാ നമ്മളൊക്കെ. എന്നാൽ ക്രിസ്തു ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരാളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവനുണ്ട്. എങ്കിൽ ആ വ്യക്തിയിൽ പാപത്തിന് ഇടമുണ്ടാകില്ല. പാപത്തിന് ഇടമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ക്രിസ്തുവിന് ഇടമുണ്ടാകുകയില്ല, ജീവനില്ല. രണ്ടും ഒരുമിച്ച് എങ്ങനെ പോകും പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ? ക്രിസ്തുവും വേണം, പാപവും വേണം, ഈ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളെല്ലാം വേണം, നിത്യജീവനും വേണം. സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് അട്ടഹസിച്ച് ദൈവാത്മാവ് സംസാരിക്കുന്നത്, മാനസാന്തരപ്പെട്ടുകൊള്ളണം. മരണം എന്താണെന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് ദൈവജനത്തിന് ഈ രാത്രി ബോധ്യപ്പെട്ടു. എങ്ങനെ ജീവൻ പ്രാപിക്കാം? കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിലാക്കണം, പാപത്തെ പുറന്തള്ളണം. അത് തന്നെ അതിനുള്ള മാർഗം. ഒന്നാമത് പറഞ്ഞു, നമുക്കുള്ള കുറവ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനാണ്. സമയം പെട്ടെന്ന് കടന്നു പോകുന്നത് കൊണ്ട് രണ്ടാമത്തെ ചിന്തയിലേക്ക് വേഗത്തിൽ ചുവടുമാറുകയാണ്. രണ്ടാമത്തെ ചിന്ത ഇതാണ്, നീ ഉണർന്നുകൊള്ളുക. രണ്ടാമത്തെ വാക്യം എന്ന് വെച്ചാൽ നീ ഉറങ്ങുന്നവനാണ്, ഉറങ്ങുന്നവളാണ്. ഇന്ന് അനേകം ദൈവമക്കൾ ഉറങ്ങുന്നവരാണ്. ഉറക്കം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു അനിവാര്യതയാണ് പ്രിയപ്പെട്ടവരെ. ഉറങ്ങാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. നിശ്ചിത സമയം എല്ലാ ദിവസവും ഉറങ്ങണം. പക്ഷേ ചില ഉറക്കങ്ങൾ അപകടകരമാണ്. ഉറങ്ങുന്നത് എവിടെയെന്നറിഞ്ഞില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. ഉറക്കത്തെക്കുറിച്ച് ഒരു ചിന്തകൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ഇന്ന് രാത്രി പറയാൻ നേരമില്ല. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് താൻ ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയ സമയം കൃത്യമായി പറയാമെങ്കിൽ 2 പവൻ ഇപ്പോൾ തരാം. ഉറങ്ങിയ സമയം കൃത്യമായി പറയണം. ആരും പറയില്ല. ഉണർന്ന സമയം കൃത്യമായി പറയാൻ കഴിയും. ഉറങ്ങാൻ കിടന്ന സമയം ഒരുപക്ഷെ നിങ്ങൾ പറയും. ഉറങ്ങിയത് എപ്പോഴെന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. അതിനോടൊരു കാര്യം ചേർത്ത് വയ്ക്കട്ടെ. ഒരു മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീഴുന്ന നിമിഷം ഏതാണെന്ന് ഒരു മനുഷ്യനും അറിയാൻ കഴിയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ സുഹൃത്തുക്കളുടെ പ്രലോഭനം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോകുന്ന ചില സാഹചര്യത്തിലോ പാപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതപ്പെട്ടിരിക്കണം. ഉറങ്ങുന്ന മനുഷ്യൻ ഉറങ്ങിയ സമയമറിയാത്തതുപോലെ പാപത്തിൽ വീണ മനുഷ്യൻ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ് പാപത്തിൽ വീണതെന്നറിയില്ല, വീഴുന്നതെന്നറിയില്ല. സൂക്ഷ്മതയുള്ളവരായിരിക്കുക. ഉറങ്ങുന്ന മനുഷ്യൻ അറിഞ്ഞുകൂടാത്ത രണ്ടാമതൊരു കാര്യത്തെക്കുറിച്ച് അയാൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: താൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളും താൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. ചിലർ പറയും, അല്ല അച്ഛാ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ കിടന്ന സ്ഥലം. എങ്കിൽ നിങ്ങൾ ഉറങ്ങുകയല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും താൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. അത് തന്നെ ചേർത്ത് വയ്ക്കട്ടെ. പാപത്തിൽ വീണ ഒരു മനുഷ്യൻ താൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. പാപിയോട് സുവിശേഷം പറയുമ്പോൾ പലപ്പോഴും കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ പാഴ്പ്പണിയാണ്. കാരണം അവരിതൊന്നും അറിയുന്നില്ല. അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഭയാനകത അവരറിയുന്നില്ല. അവർ ചെയ്യുന്ന ഭീകരതയുടെ ഭയാനകത അവരറിയുന്നില്ല. ദൈവമക്കളെ, ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുന്ദരി കുട്ടിയാണ്, ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞാണ്, ക്ലാസ്സിൽ ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ്. ഒരു ദിവസം പള്ളിക്കൂടം വിട്ടുവന്ന് വീട്ടിൽ വന്നൊരു കുറിപ്പെഴുതി വെച്ചിട്ട് ആ കുട്ടി വാതിലടച്ച് തഴുതിട്ടിട്ട് വീടിൻ്റെ മുറിക്കുള്ളിൽ 14ാമത്തെ വയസ്സിൽ കെട്ടിഞ്ഞാന്ന് ചത്തു. ഞങ്ങളെയൊക്കെ ഒരുപാട് നൊമ്പരപ്പെടുത്തിയൊരു സംഭവമാണ്. ആ കുറിപ്പിൽ എന്താ ഉണ്ടായിരുന്നത്? ഇങ്ങനൊരപ്പൻ്റെ മകളായി ഇനി എനിക്ക് ജീവിക്കേണ്ട ഈ ഭൂമിയിൽ സംഭവിച്ചത് എന്തെന്നറിയാമോ? ഈ കുഞ്ഞവരുടെ സുഹൃത്തുക്കളോടുകൂടെ പള്ളിക്കൂടം വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അപ്പൻ നൂൽബന്ധമില്ലാതെ തെരുവിൽ നിന്ന് നൃത്തം ചവിട്ടുന്നത് കണ്ട് കൂട്ടുകാർ ആർത്ത് വിളിച്ചു, എടി നിന്റെ അപ്പനല്ലേ എന്ന്. ഓടി വീട്ടിലെത്തിയ കുഞ്ഞ പുസ്തക സഞ്ചി എറിഞ്ഞിട്ടിട്ട് കുറിപ്പെഴുതി വെച്ച് കെട്ടിഞ്ഞാന്ന് ചത്തു. എത്ര വലിയ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. പാപത്തിൽ മുങ്ങിത്താണ് മനുഷ്യൻ. കിടക്കുന്നത് എവിടെയെന്നറിയുന്നില്ല, ചുറ്റുപാടുകൾ അറിയുന്നില്ല. അതാണ് മൂന്നാമത്തെ ചിന്ത. ഭാര്യയുടെ കണ്ണുനീര് കാണുന്നില്ല, ഭർത്താവിൻ്റെ സങ്കടം കാണുന്നില്ല, മക്കളുടെ നൊമ്പരം കാണുന്നില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനുള്ള വക പോലും എടുത്ത് മദ്യപിക്കാൻ പോകുന്നവൻ വീട്ടിലുള്ളവരുടെ സാഹചര്യങ്ങളൊന്നും അറിയുന്നില്ല. ഒരിക്കലൊരു പെൺകുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധരിച്ചിരുന്ന പാവാടയാണ്
10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആ കുട്ടി പള്ളിക്കൂടത്തിൽ ഉടുത്തുകൊണ്ടുപോയത്. മറ്റൊരു പാവാട വാങ്ങിക്കൊടുക്കാൻ അപ്പന് കഴിഞ്ഞില്ല. കാശില്ലഞ്ഞിട്ടല്ല, മനസ്സില്ല, കുടിച്ചു തീർക്കുകയാണ് ഭ്രാന്തനെ പോലെ. 1ഉം 2ഉമല്ല, 8 ഏക്കർ നിലം വിറ്റ് കുടിച്ചു ആ മനുഷ്യൻ. വീട് പണയപ്പെടുത്തി അവസാനം വിറ്റ് കുടിച്ചു ആ മനുഷ്യൻ. ആ കുഞ്ഞിന് നാണം മറയ്ക്കാൻ ഈ വസ്ത്രം മതിയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തുന്നിക്കൂട്ടി വികൃതമായ വസ്ത്രവുമായി കുട്ടി പള്ളിക്കൂടത്തിൽ വന്നത് കണ്ടിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ചൊരു അധ്യാപകൻ വീട്ടിലേക്ക് ചെന്നു അതിരാവിലെ ഈ മനുഷ്യനെ പച്ചയ്ക്കൊന്ന് കാണാൻ. എന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യനോട്, സ്നേഹിത, ഇത് നിന്റെ മോളല്ലേ, കുട്ടി വലുതായത് നീ അറിഞ്ഞില്ലേ? എന്താ സാറേ, ഈ കൊച്ചിൻ്റെ നാണം മറയ്ക്കാൻ ഈ വേഷം പോരാ. വീട്ടിൽ ചെന്നപ്പോഴാണ് മാഷ് വേറൊരു കാര്യം കണ്ടത്. വീട്ടിലും അതേ വേഷത്തിൽ നിൽക്കുക കുഞ്ഞ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല. അച്ഛൻ പറയുന്നത് വയനാട്ടിലെ കഥയാ. അപ്പോഴീ മനുഷ്യൻ്റെ മറുപടി എന്താണെന്നറിയോ? സാറിന് ഭയങ്കര വിഷമാണെങ്കിൽ സാർ ഒരു ജോഡി വസ്ത്രം മേടിച്ചു കൊടുക്കുക. ഒരപ്പൻ്റെ ഉത്തരവാദിത്വം. സാറ് പറഞ്ഞു, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തെ. ആ കുഞ്ഞിന് 2 പാവാടയും ബ്ലൗസും ആ അധ്യാപകൻ തയ്ക്കാനുള്ള തുണിയും അതിനുള്ള കാശും ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് മടങ്ങിയത്. മോളെ, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇനി പള്ളിക്കൂടത്തിൽ വരണമെന്ന്. ചുറ്റുപാടറിയുന്നില്ല മദ്യപിക്കുന്ന മനുഷ്യൻ, പാപിയായ മനുഷ്യൻ. സ്വന്തം ഒരു ലോകം സൃഷ്ടിച്ച് അതിനകത്ത് ഒതുങ്ങിക്കൂടി മറ്റുള്ളവരുടെ ആരുടെയും നൊമ്പരമോ വേദനയോ കാണാതെ ഞാനാണ് ശരി, എൻ്റെ ലോകം, എൻ്റെ രസം, എൻ്റെ സുഖം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉറങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന ഒരു സഭ, ഉണർവുള്ള സഭ എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സാംസൺ ചെന്ന് ഉറങ്ങി. 7 ആനയുടെ കരുത്തുള്ളൊരു പുരുഷനായിരുന്നില്ലേ സാംസൺ? തൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു ബാലസിംഹത്തെ വെറും കൈയോടെ പിടിച്ച് കടലാസ് കീറും പോലെ 2 കഷണമാക്കി കീറിക്കളഞ്ഞവൻ. ഒരു കഴുതയുടെ താടികല്ലുകൊണ്ട് ആയുധപാണികളായ 1000 പട്ടാളക്കാരെ ഒറ്റയ്ക്ക് തല്ലിക്കൊന്ന് കുന്നുകുന്നായി വാരിക്കൂട്ടിയവൻ. 300 കുറുനരികളെ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്തിനുള്ളിൽ ഓടിച്ചിട്ട് പിടിച്ചവൻ. 7 ആനയുടെ കരുത്തുള്ള പുരുഷൻ. ഒരു വേശ്യാസ്ത്രീയുടെ മടിയിൽ അവൻ ഉറങ്ങി. അന്നവൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. ഉറങ്ങുന്നത് എവിടെയെന്നറിഞ്ഞില്ലെങ്കിൽ ഉറക്കം ചിലപ്പോൾ ഭയങ്കര അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന സഭകൾ ഉണരണം. ആദിമസഭ ഉണർന്നിരുന്നത് കൊണ്ടാണ് സഭ വളർന്നത്. അതുകൊണ്ടാണ് അനേക രക്തസാക്ഷികളുടെ രക്തത്തിൽ ഈ സഭ വളർന്നു വലുതായത്. ആദിമസഭയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വളർച്ചയ്ക്ക് വളമായി തീർന്നതെങ്കിൽ ഇന്ന് എവിടെ മിഷൻ പ്രവർത്തനങ്ങൾ? നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ചുമതലയാണ് സുവിശേഷ വേല. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ? കൺവെൻഷന് പോകുന്നതാണോ? പള്ളി ആരാധനയ്ക്ക് പോകുന്നതാണോ? കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാണോ? ഒരു ദിവസം ഒരാളോടെങ്കിലും യേശു നല്ലവനാണെന്നും രക്ഷകനാണെന്നും പറയുവാൻ അധരം തുറക്കാത്തതെന്ത്? യൂട്യൂബിലൂടെയും മീഡിയയിലൂടെയും അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷിതാവാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഹൈന്ദവ സഹോദരൻ 6 വർഷം മുമ്പ് അച്ഛനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അച്ഛാ, ഒരു ദിവസം പുലർന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരാളോടെങ്കിലും യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് പറയാതെ ഞാൻ ഉറങ്ങില്ല. ഇന്ന് വരെ അവൻ മാമോദിസ ഏറ്റിട്ടില്ല. ഇന്നും അയാളത് തുടരുകയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? ഉറങ്ങുന്ന സഭയെങ്കിലും ഉണരണം. എന്തേ ഇവിടെ കുറെ കസേരകൾ ശൂന്യമായി കിടക്കുന്നത്? എന്തേ കുറെ കസേരകൾ നിരത്താതിരിക്കുന്നത്? ഉറങ്ങുന്ന സഭ ഉണരണം. ദൈവമക്കളെ, പാപത്തിലും ആഡംബരത്തിലും സുഖലോലുപതകളിലും നമ്മൾ ഉറങ്ങുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ആത്മീയത പലപ്പോഴും ആഘോഷങ്ങളാക്കി മാറ്റുകയാണ്, ആർഭാടങ്ങളിൽ തിമിർക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് വേറെ കുറെ വശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മഭാരം തിങ്ങണമുള്ളിൽ ഓരോരുത്തരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണം. ജീവനുള്ളവരായി മാറണം, ഉണർവുള്ളവരായി മാറണം, കർത്തൃവേലയിൽ ഉറ്റിരിക്കുന്നവരായി മാറണം, ആത്മദാഹമുള്ളവരായി മാറണം, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറണം. മെത്രാപ്പോലീത്ത തിരുമേനി അത് ഓർമ്മിപ്പിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ. നിങ്ങളിൽ എത്ര പേരെ അത് ചലിപ്പിച്ചു എന്ന് അച്ഛൻ അറിയില്ല. ജീവിതത്തിൽ ചലനങ്ങൾ ഉണ്ടാകണം. ദൈവമക്കളെ, ഉറക്കം അതാണ് നമ്മുടെ ജീവിതത്തിലെ അപകടം. ഉത്തരവാദിത്വം മറന്നുറങ്ങിയ മനുഷ്യനാണ് യോനാ പ്രവാചകൻ. ദൈവം പറഞ്ഞത് നിനിവേയിൽ ചെന്ന് രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കാനാണ്. അവൻ സ്വയം തീരുമാനിച്ചിട്ട് വഴിമാറി തർശീസിലേക്ക് പോയി. കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഉറങ്ങി.
പക്ഷേ ആ ഉറക്കം വലിയ വിനയായി മാറി. അവന് മാത്രമല്ല, കപ്പലിനും കപ്പലിൽ ഉണ്ടായിരുന്നവർക്കും. ഒടുവിൽ എന്തുണ്ടായി? ആ ഉറക്കത്തിനൊടുവിൽ അവൻ ചെന്നുപെട്ടത് കടലാനയുടെ വയറ്റിൽ 3 ദിവസം, പിന്നെ നിനിവേയുടെ തീരത്ത്. അവൻ പ്രസംഗിച്ചു, മാനസാന്തരങ്ങളുണ്ടായി. ദൈവമക്കളെ, കർത്തൃവേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധ മാമോദീസയുടെ റൂസ്മയാൽ നാം മുദ്ര കുത്തപ്പെട്ട നാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടമയതാണ്, ഏറ്റവും വലിയ ചുമതലയതാണ്. വീടുകൾ പണിയാനും ഈ ലോകത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും സ്വന്തമാക്കുവാനുമല്ല, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. ഈ ലോകത്തൊന്നും നേടണ്ട എന്നല്ല പറഞ്ഞത്. എത്രയൊക്കെ നേടിയാലും എന്തുമാത്രം സമ്പാദിച്ചാലും ഒരു ദിവസം വെറും കൈയോടെ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോകണം. ബലവാന്മാരും പകൽഭന്മാരും ചക്രവർത്തിമാരും രാജാക്കന്മാരും ലോകം വിട്ടുപോയി, ഒന്നും കൊണ്ടുപോയില്ല, വെറും കൈയോടെ. ഇവിടെ പണിതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ചുമൽ കൊടുക്കുക, അതാകണം നമ്മുടെ ഉണർച്ച. അപ്പോൾ ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്നിരിക്കുന്നവരായി സഭ മാറണം. നാം ഉണർന്നെഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവമക്കളെ, വീണ്ടും പറയുന്നു, മൂന്നാമതൊരു ചിന്ത 2-ാമത്തെ വാക്യത്തിൽ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചാവാറായ ശേഷിപ്പുകൾ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവൻ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കർത്താവിന് എന്ത് പ്രയോജനമുണ്ട് നമ്മെക്കൊണ്ട്? കർത്താവിനെ കൊണ്ട് ഒരുപാട് പ്രയോജനം നമുക്കുണ്ടായി, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മെക്കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ഇല്ലെങ്കിൽ നാം തളർന്നിരിക്കുന്നവരാണ്, പ്രയോജനമില്ലാത്തവരാണ്. ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഊർജമല്ല അരയ്ക്ക് കീഴെ തളർന്നു പോയൊരു മനുഷ്യനുള്ളത്. ശരീരപ്രകാരമാണ്. അരയ്ക്ക് കീഴെ ഒരു തളർന്നു പോയൊരു മനുഷ്യൻ്റെ അവസ്ഥയല്ല ശരീരം മൊത്തം തളർന്നു പോയ മറ്റൊരു മനുഷ്യനുള്ളത്. കൈ തളർന്നു പോയവരും കാല് തളർന്നു പോയവരുമുണ്ട്, സർവാംഗം തളർന്നു പോയവരുമുണ്ട്. ആത്മീയതയിലും ഇത്തരം തളർച്ചകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മീയതയിൽ സർവാംഗം തളർന്നു കിടക്കുന്നു. എന്താ പ്രയോജനം? ജീവനുണ്ടോ? ജീവനുണ്ട്. പ്രയോജനമുണ്ടോ? ഇല്ല. പ്രയോജനമില്ലാത്തവരായിട്ടല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്, പ്രയോജനമുള്ളവരായി ജീവിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന്. നമ്മൾ ഇനിയും ജീവൻ പ്രാപിച്ചില്ലെങ്കിൽ, നാം ഇനിയും ഊർജ്ജസ്വലരായില്ലെങ്കിൽ, നാം ഇനിയും കർത്തൃവേലയ്ക്ക് വേണ്ടി ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ, നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ നിവൃത്തീകരണത്തിന് നമ്മളെ തന്നെ സമർപ്പണം ചെയ്തില്ലെങ്കിൽ, ഇനി എന്ന്, എപ്പോൾ? സമയം ഇനി എത്രയുണ്ട് മുമ്പിലെന്ന് അറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. പ്രായം എത്രയായി? പ്രായം എത്രയായി? ഈ ആയുസ്സിൽ ഇന്ന് വരെ ദൈവം നടത്തിയിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇനി എത്ര നാൾ മുമ്പിലുണ്ട്? മരണസമയം ആർക്കറിയാം? ഈ രാത്രി ജീവിതത്തിന് തിരശ്ശീല വീഴുമോ? നിശ്ചയമില്ല. ഭയപ്പെടുത്തുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. നഷ്ടപ്പെട്ടു പോയ നാളുകളെക്കുറിച്ച് നെടുവീർപ്പിട്ട് കാലം കഴിക്കാതെ ശിഷ്ടകാലം കർത്തൃവേലയ്ക്ക് സമർപ്പണം ചെയ്യണം. ഉണർന്നെഴുന്നേൽക്കണം, ജാഗ്രതപ്പെടണം. ചാവാറായവരായിട്ടല്ല, ശേഷിപ്പുകളായിട്ടല്ല, ഊർജ്ജസ്വലരായി ജീവനുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കണം. 4-മതൊരു കാര്യം കൂടി ഈ വാക്യത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പൂർണ്ണതയില്ലാത്തവർ, സമർപ്പണത്തിൽ പൂർണ്ണതയില്ലാത്തവർ. സമർപ്പണമെടുത്തതാ, പക്ഷെ മുഴുവനും ദൈവത്തിന് കൊടുത്തില്ല. ദൈവമേ, എനിക്കുള്ളതൊക്കെ എനിക്ക് വേണം, അല്പസ്വല്പമൊക്കെ നിനക്ക് തരാം. സമർപ്പണം സമ്പൂർണ്ണമാകണം. ആദിമസഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരേ ആരാധനയിൽ ഉറ്റിരുന്നപ്പോൾ അവിടെ രൂപം കൊണ്ട ഒരു പ്രത്യേക തത്വചിന്തപ്രകാരം എല്ലാവരും സ്വകാര്യ സ്വത്ത് വിറ്റ് അവരുടെ വസ്തുവകകൾ മുഴുവൻ കൊണ്ടുപോയി അപ്പോസ്തലനായ പത്രോസിൻ്റെ കാൽക്കൽ വെച്ചു. ഒരേ ഒരു അക്കൗണ്ട്, ഒരേ ഒരു ഫണ്ട്, എല്ലാവരും ഒരേ ആഹാരം കഴിക്കുന്നു, ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, എല്ലാവരും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു. എന്ത് മനോഹരമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു കൺസെപ്റ്റ്. അപ്പോഴാണ് ഒരു കുടുംബം അവരുടെ വസ്തുവക വിറ്റത്. പേര് നിങ്ങൾക്കറിയാം, അനന്യാസും സഫീറയും.
ഒരു വസ്തു വിറ്റിട്ട് ഒരാലോചന നടത്തുകയാണ്. മുഴുവനും കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ സോഷ്യലിസം എങ്ങാനും പൊട്ടിപ്പോയാൽ നാളെ നമ്മൾ പട്ടിണിയാകും, അതുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കാം. ഈ ജനമൊക്കെ പൊട്ടന്മാരായതുകൊണ്ടല്ലേ മൊത്തം കൊണ്ടു കൊടുത്തത്, പാതി മാറ്റിവെക്കാം, പാതി കൊണ്ടുപോയി കൊടുക്കാം. ദൈവമക്കളെ അവർ ആത്മവഞ്ചന ചെയ്യുകയാണ്, സഭയെ വഞ്ചിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുകയാണ്. അങ്ങനെ നടപ്പിലാക്കി. ആദ്യം ഇത് കൊണ്ടുപോയത് ഹാനനിയ ചെന്ന് കാൽക്കൽ വെച്ചപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചോദിച്ചു, ഹാനനിയ, ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ യജമാനനെ. ഹാനനിയ, നീ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. പിന്നെ അവന് മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ മലർന്നു വീണു, മരിച്ചുപോയി. അവനെ ബാല്യക്കാർ കൊണ്ടുപോയി സെമിത്തേരിയിൽ അടക്കി. കുറെ കഴിഞ്ഞാണ് അവൻ്റെ ഭാര്യ വരുന്നത്, സഫീറ. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കോ മോളെ നിലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ യജമാനനെ. അവളെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം, ഭർത്താവിനോട് ഭയങ്കര വിശ്വസ്തതയാണ്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാലിത വാദിക്കലുണ്ടെന്ന്. അവളത് വകവെച്ചില്ല. ഇത്രയ്ക്ക് തന്നെ എന്ന് തറപ്പിച്ച് പറഞ്ഞു. അവളും വീണ് മരിച്ചു. പകുത്തു മാറ്റി ഒളിച്ചു വെച്ചതും തിന്നാനൊത്തില്ല, കൊണ്ടുപോയി കൊടുത്തതും തിന്നാനൊത്തില്ല. ദൈവമക്കളെ, സമർപ്പണം പാതിക്ക് പാതിയല്ല, മുഴുവനുമാകണം. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാ. അമ്മയുടെ ഗർഭത്തിൽ എന്നെ ഇന്നിനെയും രൂപപ്പെടുത്തിയത് ദൈവമാ. ദൈവം നമ്മുടെ ശിരസിൽ വരച്ച വരയാണ്. ആമേൻ. ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയല്ല, എന്നെ മുഴുവനായും കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്ന് ആളുകൾ പല തരത്തിലുള്ള സംരംഭങ്ങളാണ് നടത്തുന്നത്. എന്തു കൊടുത്താൽ ദൈവം പ്രസാദിക്കും? പലരുടെയും വിചാരം കർത്താവ് കുറേ പണം കണ്ടാൽ പ്രസാദിക്കുമെന്ന്. മനുഷ്യർ പ്രസാദിക്കും. ദൈവം സമ്പന്നനും സമ്പന്നരിൽ സമ്പന്നനും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുമാണ്. അവൻ പണം കണ്ടാൽ പ്രലോഭിതനാകില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇത് കേട്ടിട്ട് ഈ കൺവെൻഷനൊക്കെ ദൈവം നടത്തിക്കോളും, മഹാസമ്പന്നനായ ദൈവമാണ്, അതുകൊണ്ട് അവൻ്റെ ശുശ്രൂഷ അവൻ നടത്തിക്കോളും, ഞാനൊന്നും കൊടുക്കണ്ടെന്ന് പറയണ്ട. എന്ന് വെച്ചാൽ ഈ സമ്പത്തെ അത് നമ്മുടെ കയ്യിലിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ ഉടമസ്ഥരല്ല, സൂക്ഷിപ്പുകാരാണ്. സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണ്. ആമേൻ. അത് മറക്കണ്ട. സമ്പത്ത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിലർ വിചാരിക്കുന്നു. വേറെ ചിലതാണ് വിചാരിക്കുന്നത്. പാടി പ്രസാദിപ്പിക്കാം, ദൈവത്തിന് ആരാധിച്ച് പ്രസാദിപ്പിക്കാം. ദൈവമക്കളെ, നിന്നെ തന്നെയാണ് ദൈവം ചോദിക്കുന്നത്. മാനസാന്തരപ്പെട്ട് ജീവിതം കർത്താവിന് അർപ്പണം ചെയ്തിട്ട് ശിഷ്ടകാലം ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടി എന്ന് പറയാൻ കഴിഞ്ഞാൽ, അത് ഹൃദയം കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ, ആത്മാവിൽ അങ്ങനെ ഒരു അർപ്പണം ചെയ്യാൻ കഴിഞ്ഞാൽ, നിശ്ചയം ദൈവം പ്രസാദിക്കും. ഈ രാത്രി പാതിയും എന്നുള്ളതായ ചിന്ത മാറണം. കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിൽ വിരുന്നിന് ചെന്നതാണ് യേശു. അവൻ യേശുവിനെ സ്വീകരിച്ചത് അർത്ഥമനസ്സോടെയാണ്. പാപിനി വന്നവൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുവർത്തി പരിമളതൈലം പൂശിയപ്പോൾ ശിമോനിരുന്ന് ചിന്തിക്കുക, ഇവൻ പ്രവാചകനുമല്ല ദൈവപുത്രനുമല്ല. ആയിരുന്നെങ്കിൽ തൻ്റെ കാൽക്കലിരിക്കുന്നവൾ ആരെന്നവൻ അറിയുമായിരുന്നു. ശിമോൻ, യേശുവിൻ്റെ വിളി. ഞാൻ ചോദിക്കട്ടെ, അധികം കടമിളച്ച് കിട്ടിയവരോ അല്പം കടമിളച്ച് കിട്ടിയവരോ? ആരാണ് കടമിളച്ച് കൊടുത്തവനെ അധികം സ്നേഹിക്കുക? അധികം ഇളച്ച് കിട്ടിയവനെ. എങ്കിൽ ഇവൾ അധികം സ്നേഹിച്ചിരിക്കുന്നു. ശിമോനെ, ഞാൻ നിൻ്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് വന്നു. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വന്നപ്പോൾ നീ എൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു തരണമായിരുന്നു. വെള്ളം തന്നില്ല. നീ എൻ്റെ തലയിൽ പൂശാൻ തൈലം തരണമായിരുന്നു. തന്നില്ല. നീ എനിക്ക് ചുംബനം തന്നെ സ്വീകരിക്കണമായിരുന്നു. ചെയ്തില്ല. അർത്ഥമനസ്സോടെയാണ് നീ എന്നെ സ്വീകരിച്ചത്. ഇവളോ, ഞാനിവിടെ വന്നതുപോലെ ഇടപെടാതെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാൽ കഴുകുന്നു. നീ ചെയ്യാൻ മറന്നത് അവൾ ചെയ്തു. അവൾ തലമുടി കൊണ്ട് എൻ്റെ പാദം തുവർത്തി, എന്നിട്ട് എൻ്റെ പാദത്തിൽ അവൾ ചുംബിച്ചു. നീ ചെയ്യാൻ മറന്നത് അവൾ ചെയ്തു. അവൾ പരിമളതൈലം കൊണ്ട് എൻ്റെ കാലിൽ പൂശി. നീ ചെയ്യാൻ മറന്നത് അവൾ ചെയ്തു. അവളുടെ സമർപ്പണം പൂർണ്ണതയുള്ളത്. നിൻ്റേതോ അർത്ഥമനസ്സിൻ്റെ സമർപ്പണം. വേഷം കെട്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം. മാനസാന്തരപ്പെടണം, തിരുത്തപ്പെടണം. ഹൃദയങ്ങളെ വായിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നാടകം കളിച്ചത് മതിയാക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പുതിയ മനുഷ്യരായി മാറാം. ദൈവമക്കളെ, തുടർച്ചയായി കുറേ കാര്യങ്ങൾ കൂടെ ഈ വേദഭാഗം പറയുന്നുണ്ടെങ്കിലും സമയത്തിൻ്റെ ക്ലിപ്തത പാലിക്കാൻ ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്തിരുത്തി നീ ഞങ്ങളോട് വളരെ ശക്തമായും ഹൃദ്യമായും ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ.
ഞങ്ങളെന്തെന്ന് നല്ലവണ്ണം അറിഞ്ഞ തമ്പുരാനെ, അവകാശപ്പെടാൻ ഒന്നുമില്ല. സത്യത്തിൽ ദൈവമേ, നീ പറഞ്ഞത് മുഴുവനും ശരിയാ. ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിലും ഞങ്ങൾ മരിച്ചവരാ. ദൈവമേ, ഞങ്ങൾ ഉണർന്നിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും ഞങ്ങൾ ഉറങ്ങുന്നവരാ. കർത്താവേ, നിനക്കൊരർത്ഥത്തിലും പ്രയോജനപ്പെടാത്ത ചാവാറായ ശേഷിപ്പുകളാണ്. സമർപ്പണത്തിൽ പൂർണ്ണത കണ്ടെത്തിയിട്ടില്ലാത്തവരാ. ഈ രാത്രി ദൈവമേ, ആരംഭം മുതൽ ഞങ്ങൾ കേൾക്കുന്നത് പോലെ വലിയ മാനസാന്തരം ഈ പന്തലിൽ സംഭവിക്കട്ടെ. ഇന്ന് ചില ആത്മാക്കൾ കർത്താവേ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. സത്യമായിട്ടും ജീവനാകുന്ന ക്രിസ്തുവിനെ നെഞ്ചേറ്റിക്കൊണ്ട് ഞങ്ങൾ മടങ്ങട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉറക്കം മതിയാക്കി ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കട്ടെ. ദൈവമേ, ഞങ്ങൾ തളർന്ന് മരിച്ചവരെ പോലെ കിടക്കുന്ന ചാവാറായ ശേഷിപ്പുകളുടെ അവസ്ഥ വിട്ട് എഴുന്നേറ്റ് ഊർജ്ജസ്വലരായി നിൻ്റെ വേല ചെയ്യാൻ ഞങ്ങൾ ചുമൽ കൊടുക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ സമർപ്പണത്തിലെ അപൂർണത ഇന്ന് പൂർണ്ണതയായി മാറട്ടെ. ദൈവമേ, തുടർന്ന് 3 ദിവസം കൂടെ ഈ പന്തൽ സജീവമായി നിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണ വേദിയായി മാറുന്നുവല്ലോ. കർത്താവായ ദൈവമേ, തുടർന്നുള്ള ദിവസങ്ങളിൽ വചനം പ്രഘോഷിക്കുന്നവരിലൂടെ അത്ഭുതകരമായി ഈ ദേശത്തോട്, ഈ ജനത്തോട് നീ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. കർത്താവായ ദൈവമേ, പന്തൽ നിറയെ പുരുഷാരം വന്ന് നിറയട്ടെ. ഇവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുന്നിലും പിന്നിലും അധ്വാനിക്കുന്ന സകലരെയും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ബലഹീനതയിൽ നിൻ്റെ കൃപ തികഞ്ഞു വന്നതുകൊണ്ട് സ്തോത്രം. നിൻ്റെ ദാസനെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളോട് വ്യക്തമായും വ്യക്തിപരമായും ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വവും കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.